നേരത്തെ ശ്രീ ജോസഫ് ജോർജ് സൂചിപ്പിച്ചത് മാതിരി 44 കോടികൾ സംഗ്രഹിച്ച് 4 കോടികളാക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മുതൽ കേട്ടിരുന്നെങ്കിലും ഇപ്പൊ സംഗ്രഹം നടന്നിരിക്കുന്നത് 29 കോടിന്റെയാണ്, 29 ആക്ടിന്റെയാണ്. അതിന് ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 രണ്ടാം നാഷണൽ ലേബർ കമ്മീഷൻ ശ്രീ രവീന്ദ്ര വർമ്മ, അദ്ദേഹം വാജ്പേയി ഗവൺമെന്റില് ലേബർ മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ രണ്ടാം ലേബർ കമ്മീഷൻ നിലവിൽ വരികയും ആ രണ്ടാം ലേബർ കമ്മീഷനോട് കൊടുത്ത റെഫറൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ഈ ഇത്രയും ലേബർ നിയമങ്ങളെ എങ്ങനെ ക്രോഡീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ നടത്തണമെന്നുള്ളതായിരുന്നു. അങ്ങനെ രവീന്ദ്രവർമ്മ കമ്മീഷൻ 2002 അന്നത്തെ വാജ്പേയി ഗവൺമെന്റിന് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലേബർ നിയമങ്ങളുടെ ക്രോഡീകരണം തന്നെയായിരുന്നു. കമ്മീഷന്റെ റെക്കമെൻഡേഷൻ 5 ഹെഡിങ്ങുകളിൽ ഇത് ക്രോഡീകരിക്കണം എന്നുള്ളതായിരുന്നു. വേജ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, സേഫ്റ്റി, വർക്കിംഗ് കണ്ടീഷൻസ്. ഗവൺമെന്റ് അത് അവസാനം 4 ഹെഡിങ്ങുകളിലായിട്ട് ക്രോഡീകരിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ 4 കോഡുകൾ പിറവിയെടുക്കുന്നത്. അപ്പൊ അതിലെ ആദ്യത്തെ കോഡാണ് കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത്. അതില് 4 പ്രധാനപ്പെട്ട ആക്ടുകളാണ് ഉള്ളത്. ഒന്ന് മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ബോണസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതില് 3 ആക്ടുകൾ ഉള്ളെങ്കിലും നമ്മുടെ ലേബർ നിയമങ്ങളിലെ ഒരു മദർ നിയമം എന്ന് തന്നെ പറയാവുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അതിനകത്താണ് വരുന്നത്. അതിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, ട്രേഡ് യൂണിയൻസ് ആക്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ 2 കോഡുകളാണ്. ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. അതിൽ ഏകദേശം 9 ആക്ടുകളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. എംപ്ലോയീസ് കോമ്പൻസേഷൻ, എംപ്ലോയീസ് ഇൻഷുറൻസ് സ്കീം, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, മെറ്റേണിറ്റി, അതുപോലെ തന്നെ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സെസ് ആക്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള 9 ആക്ടുകളുടെ സംഗ്രഹമാണ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവസാനത്തെ കോഡ് കോഡ് ഓൺ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതിനകത്ത് 13 ആക്ടുകളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, അതായത് ഫാക്ടറീസ് ആക്ട്, പ്ലാന്റേഷൻസ് ആക്ട്, മൈൻസ് ആക്ട്, ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് ആക്ട്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ ആളുകള്, അങ്ങനെയുള്ള 13 ആക്ടുകൾ സംഗ്രഹിച്ചു. അപ്പൊ ഈ കോഡൊക്കെ എന്തായി, ഇതൊക്കെ നടപ്പായോ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നേരത്തെ ആരോ പറഞ്ഞാൽ മതി, പലർക്കും അത്ര ഒരു വ്യക്തത കാണുന്നില്ല. അപ്പൊ ഒരു കോഡും നടപ്പായിട്ടില്ല. പക്ഷേ ഈ കോഡുകൾ ഈ രാജ്യത്തെ നിയമമായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയിട്ടില്ല. കാരണം നിയമം വന്നു കഴിഞ്ഞാലും അതിന് എഫക്റ്റീവ് ഡേറ്റ് കൊടുത്താൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരൂ. അപ്പൊ നിയമമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺഡ് മിനിസ്ട്രി ആ ബില്ലുണ്ടാക്കി, അത് ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി, സ്പീക്കർ പ്രസിഡന്റിന്റെ ഒപ്പുവെക്കാനായിട്ട് അയച്ചു, പ്രസിഡന്റ് ഒപ്പുവെച്ചു, അത് ഗസറ്റിൽ പബ്ലിഷായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ആക്ടിന്റെ രൂപത്തിലേക്കായി, ഈ രാജ്യത്തെ നിയമമായി മാറി. പക്ഷെ അത് മുഴുവനായിട്ട് നടപ്പാക്കണമെങ്കിൽ ഇനി അതിന്റെ റൂൾസ്, റെഗുലേഷൻസ്, സ്കീമുകൾ, ഇത്രയും കാര്യങ്ങൾ വരണം. ഇപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ആണെങ്കിൽ നമുക്കറിയാം, അത് നടപ്പാക്കുന്നത് 3 സ്കീമുകളിലൂടെയാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം, എംപ്ലോയീസ് പെൻഷൻ സ്കീം. അപ്പൊ അതുപോലെ സ്കീമുകൾ വരണം. ESAയിലാണെങ്കിൽ ESAയുടെ റൂൾസ് ഉണ്ട്, ESAയുടെ റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊന്നും പാർലമെന്റ് പാസ്സാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, ഒരു 30 ദിവസം മിനിമം സമയം കൊടുക്കണം, ഒബ്ജക്ഷൻസും സജഷൻസും സ്റ്റോർ ചെയ്യണം, അതുകൂടി പരിശോധിച്ച് അതിന്റെ ഒരു ഫൈനൽ ഷേപ്പിലാക്കി 30 ദിവസം പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കണം. അതിനുശേഷം
അവിടെ ഒരു ദിവസമോ അര ദിവസമോ അതിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് സ്പീക്കർ അതിലൊരു ഡിസ്കഷൻ അനുവദിക്കും. ആ ഡിസ്കഷനിൽ പൊതുവായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിലൊരു മാറ്റം വരികയുള്ളൂ. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗസറ്റിലേക്ക് പബ്ലിഷ് ചെയ്യാം. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എഫക്റ്റീവ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നിയമം നടപ്പാകും. അപ്പൊ എങ്ങനെ എല്ലാം പൂർത്തിയാക്കി അടുത്ത സാമ്പത്തിക വർഷം 1 ഏപ്രിൽ മുതൽ ഇത് നടപ്പാക്കാം എന്നാണ് ഗവൺമെന്റ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ 4 കോഡുകൾ നിയമമായി കഴിഞ്ഞു. 2 കോഡുകളുടെ റൂൾസ് വന്നു. ഒന്ന് കോഡ് ഓൺ വേജസിന്റെ വന്നു. അത് ഒബ്ജക്ഷൻ സജഷൻസ് എല്ലാം കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിന്റെ റൂൾസ് പബ്ലിഷ് ചെയ്തു 29-ാം തീയതി. അതിന് 30 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. മറ്റു 2 കോഡുകളുടെ റൂൾസ് വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാ പ്രോസസ്സും കൂടി ഈ സാമ്പത്തിക വർഷം തന്നെ അവസാനിപ്പിച്ച് ഏപ്രിൽ 1 ഇത് നടപ്പാക്കാനായിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോഡ് ഓൺ വേജസിൽ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 4 ആക്ടുകൾ: പേയ്മെന്റ് ഓഫ് വേജസ്, മിനിമം വേജസ്, ബോണസ്, ഈക്വൽ റെമ്യൂണറേഷൻ. അപ്പൊ ഈ കോഡ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ഇന്ത്യയിലെ 50 കോടി ജനങ്ങൾക്ക് ഈ കോഡ് കൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ 50 കോടി ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത്? ആരാണ് ഈ 50 കോടി ജനം? അപ്പോ ഈ 50 കോടി ജനങ്ങൾക്കും ഒരു മിനിമം വേജ് വരാൻ പോകുന്നു. അപ്പൊ ഇപ്പോ ഈ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും മിനിമം വേജ് ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ചു പോവാം നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? ഒരു യൂണിവേഴ്സൽ മിനിമം വേജ്. ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നത് അന്ന് തമ്പാൻ സാർ പറഞ്ഞ 50 കോടി ജനങ്ങളാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആ 50 കോടിയിൽ 10% ആളുകൾ മാത്രമാണ് ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളത്. ആ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളവർക്ക് മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റിയും PF-ഉം ESI-യിലും ഒക്കെ കവർ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 കോടി ജനങ്ങളേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും ഈ മിനിമം വേജിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ കോഡിന്റെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത്, അപ്പൊ ഇപ്പൊ എല്ലാവർക്കും മിനിമം വേജ് ഇല്ലേ? നമ്മളുടെയൊക്കെ വിചാരം എല്ലാവർക്കും മിനിമം വേജ് ഉണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ മിനിമം വേജ് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിട്ടില്ല. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും മിനിമം വേജുകൾ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം വേജ് ഡിക്ലെയർ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് മിനിമം വേജസ് ആക്ട് 1948 1948. അതിന്റെ പ്രോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വ്യവസായത്തിന് അല്ലെങ്കിൽ ഒരു തൊഴിലിന് മിനിമം വേജ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്ത് ആ തൊഴിലിനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീനെ, ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ ആ ഇൻഡസ്ട്രീനെ മിനിമം വേജിന്റെ ഷെഡ്യൂളിൽ പെടുത്തണം. അങ്ങനെ ഷെഡ്യൂളിൽ പെടുത്തണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഷെഡ്യൂളിൽ പെടുത്തണമെങ്കിൽ ഒരു സംസ്ഥാനത്ത് 1000 പേരെങ്കിലും ആ തൊഴിൽ ചെയ്ത് ജീവിക്കുകയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ആ വ്യവസായത്തിൽ മിനിമം 1000 പേരെങ്കിലും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇതിനെ ഷെഡ്യൂളിൽ പെടുത്തുന്നത്. എന്നിട്ട് അത് കമ്മിറ്റി വഴിയോ നോട്ടിഫിക്കേഷൻ വഴിയോ മിനിമം വേജ് ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോഴാണ് മിനിമം വേജ് വരുള്ളൂ. അപ്പൊ അതങ്ങനെ എല്ലാവർക്കും മിനിമം വേജ് ആയി എന്ന് പറയാനില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളുടെ മിനിമം വേജ് 2017 കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 2016 അല്ലെങ്കിൽ അതിനു മുമ്പ് അവരുടെ മിനിമം വേജ് എന്താ? അവരുടെ മിനിമം വേജ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ 2017 മിനിമം വേജ് വന്നു. അതിന് ദിവസ കണക്കിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മാസക്കണക്കിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ ഒരു സ്ത്രീ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും കുഴപ്പമില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. 4 മണിക്കൂറിൽ അവർക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കലും അവർക്ക് ലീവ് കൊടുക്കണം. ഇനി 5 പേരിൽ കൂടുതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ 5% വെച്ചിട്ട് ശമ്പളം കൂട്ടണം. അങ്ങനെ എല്ലാ നിയമങ്ങളും അവർക്കും വന്നു 2017. അപ്പൊ ഇനി എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാവർക്കും മിനിമം വേജ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. അതായത് ഇപ്പോ ഇതിന്റെ കോഡ് നിയമമായി അതിന്റെ റൂൾസ് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ റൂൾസിൽ
861 കാറ്റഗറി ഓഫ് വർക്ക്സ്, ഹെൽപ്പർമാർ മുതൽ വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ 861 കാറ്റഗറി ഓഫ് വർക്ക്സ് അതിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായ? അത് 4 ഹെഡിങ്ങുകളിലായിട്ടാണ് അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അൺസ്കിൽഡ് കാറ്റഗറി, അതായത് ഹെൽപ്പർമാരെയും അതുപോലുള്ള കാറ്റഗറി. അൺസ്കിൽഡ് കാറ്റഗറിയിൽ 123 വിവിധ ജോലികളാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സെമി സ്കിൽഡ് കാറ്റഗറി, അതിൽ 127 കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ള സ്കിൽഡ് കാറ്റഗറിയാണ് 320. അത് കഴിഞ്ഞാൽ അവസാനത്തെ ഹൈലി സ്കിൽഡ് കാറ്റഗറി 111. അങ്ങനെ 861 കാറ്റഗറി വിവിധ തരത്തിലുള്ള ജോലികൾ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ 1ാം ഘട്ടം അവസാനിച്ചിരിക്കുന്നു. ഇനി 2ഉം 3ഉം ഘട്ടം. എന്താണ് ഈ 2ഉം 3ഉം ഘട്ടം? 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളെയും 3 സോണുകളായി തിരിക്കുകയും ഇതിലേതെങ്കിലും ഒരു സോണിൽ അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോ എന്താണ് ഈ 3 സോണുകൾ? ഈ 3 സോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് മെട്രോ, 2ാമത്തേത് നോൺ മെട്രോ, 3ാമത്തേത് റൂറൽ. അപ്പൊ എന്താ ഇതിന്റെ ക്രൈറ്റീരിയ? ഒരു സോണിനെ മെട്രോ എന്നുള്ള കാറ്റഗറിയിൽ ആ സോണിൽ പെടുത്തണമെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ 40 ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം. അപ്പൊ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ആകാം, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ആകാം. അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി നോൺ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് മുകളിലും 40 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള ആ സോണിനെ ആയിരിക്കും നോൺ മെട്രോ എന്നറിയപ്പെടുന്നത്. 10 ലക്ഷത്തിൽ താഴെയുള്ളത് റൂറൽ എന്നുള്ള ഇതിൽ അറിയപ്പെടും. ഇതാണ് 2ാമത്തെ ജോലി. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും എല്ലാ പ്രദേശങ്ങളും ഈ 3ൽ ഒരു സോണിൽ പെടും. 2ാമത്തെ ജോലി അതോടെ കഴിഞ്ഞു. പിന്നെ ഒരേ ഒരു ജോലിയും കൂടി ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് കാറ്റഗറിക്കാർക്ക് മെട്രോയിൽ എത്ര, നോൺ മെട്രോയിൽ എത്ര, റൂറലിൽ എത്ര എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ 12 കോളം ഉള്ളൂ. 12 കോളം ഗവൺമെന്റ് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മള് മെട്രോ, അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് എത്ര രൂപയെന്ന് 1000, 900, 800, 700. നോൺ മെട്രോ അടുത്ത ലൈൻ ഫില്ല് ചെയ്യുക. റൂറല് അടുത്ത ലൈൻ ഫില്ല് ചെയ്യുക. മുകളിൽ 4, താഴത്തേക്ക് 3, 12 കോളം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമുക്ക് എവിടെയും ആരുടെയും മിനിമം വേജ് കണ്ടുപിടിക്കാം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് എറണാകുളത്തെ ഒരു ഡ്രൈവർ, ഈ മിനിമം വേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം വേജ് കൊടുക്കാൻ ഒരു സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ ഇൻഡസ്ട്രിക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊഴിലുണ്ടായിരുന്നാലും മതി. നമ്മളൊരു ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞാലും അയാൾക്ക് മിനിമം വേജ് കൊടുക്കാൻ, ആ തൊഴില് ഈ നോട്ടിഫൈ ചെയ്തിട്ടുള്ള തൊഴിലാണെങ്കിൽ നമ്മൾ മിനിമം വേജ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അപ്പൊ എറണാകുളത്തെ ഒരു ഡ്രൈവറുടെ മിനിമം വേജ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ റൂള് വന്നപ്പോ അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് എന്നുള്ള കാറ്റഗറിയിൽ 861 കാറ്റഗറി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ആദ്യം നോക്കേണ്ടത് ഈ കാറ്റഗറിയിൽ ഡ്രൈവർ എവിടെയാണ്? അപ്പൊ അൺസ്കിൽഡ് എടുത്ത് നോക്കി, അതിനകത്തില്ല. സെമി സ്കിൽഡ് എടുത്ത് നോക്കി, അതിനകത്തില്ല. സ്കിൽഡ് എടുത്ത് നോക്കിയപ്പോൾ ഡ്രൈവർ അവിടെ കിടക്കുന്നു. ശരി, അപ്പോ ഡ്രൈവർ സ്കിൽഡ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എറണാകുളം ഏത് സോണിൽ പെടുന്നു? അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ മെട്രോ അല്ല, നോൺ മെട്രോ ആണ്. ശരി, അപ്പൊ നോൺ മെട്രോയിലായി. ഇനി 3ാമത്തെ ചാർട്ട് എടുത്താൽ മാത്രം മതി. നോൺ മെട്രോയിൽ സ്കിൽഡ് കാറ്റഗറിക്ക് എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്?
അത് 800 രൂപയാണെങ്കിൽ ഒരു ഡ്രൈവറുടെ ശമ്പളം 800. ഇങ്ങനെ നമുക്ക് ആരുടെ ശമ്പളം വേണമെങ്കിലും, ഇന്ത്യയിലെ ആരുടെ ശമ്പളം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇതാണ് യൂണിവേഴ്സൽ മിനിമം വേജ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ മിനിമം വേജ് വരുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും, എല്ലാ തൊഴിലാളിക്കും ആരുടെ മിനിമം വേജ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഒന്ന് രണ്ട് ഇതെങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ഓരോ ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഓരോ ആക്ടിലും ഓരോ ഡെഫിനിഷനാണ്. ഉദാഹരണമായിട്ട് നമ്മൾ വേജസ്, ശമ്പളം, വളരെ പ്രാക്ടീസ് ഉള്ള ഒരു ലേബർ അഡ്വക്കേറ്റിനോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു ലേബർ കൺസൾട്ടന്റോ സാധാരണഗതിയിൽ ഓരോ ആക്ടിലും വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തു വെക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഓരോ ആക്ടിലും ഓരോ പോലെയാണ്. ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ഒന്നാണ്, അല്ലെ? അതിൽ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറൊരു ഡെഫിനിഷനാണ്. മിനിമം വേജസ് ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറൊരു ഡെഫിനിഷനാണ്. ഇനി കോംപ്ലിക്കേറ്റഡ് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ട്, വേജസിന് ഒരു പ്രത്യേക രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ് ഈ പ്രൊവിഡന്റ് ഫണ്ട് പിടിക്കാൻ എന്തെല്ലാം ഐറ്റം കൂട്ടണം വേണ്ട എന്നുള്ളത് തന്നെ പലർക്കും ക്ലാരിറ്റി ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം കൂട്ടണം. അതിൽ 4 എക്സംഷനേ ഉള്ളൂ: ഓവർ ടൈം, HRA, ബോണസ്, കമ്മീഷൻ. ഇനി ESIലേക്ക് വന്നു കഴിഞ്ഞാലോ അതിനേക്കാൾ കോംപ്ലിക്കേഷൻ. കാരണം ഒരു എക്സംഷനും ഇല്ല. ആകെയുള്ള എക്സംഷൻ എന്ന് പറയുന്നത് ESI പിടിക്കേണ്ടാത്ത ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് വാഷിംഗ് അലവൻസ് ആണ്. ഓഹോ, അപ്പൊ വാഷിംഗ് അലവൻസ് പിടിക്കേണ്ട, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാ തൊഴിലാളിക്കും ഒരു 3000 രൂപ വാഷിംഗ് അലവൻസ് കൊടുത്തേക്കാം. അത് പറ്റില്ല. വാഷിംഗ് അലവൻസിന് എക്സംഷൻ കിട്ടണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ ആ തൊഴിലാളിക്ക് യൂണിഫോം കൊടുത്തിട്ടുള്ള തൊഴിലാളിയായിരിക്കണം. ആ തൊഴിലാളി വന്ന ദിവസങ്ങളിൽ മാത്രമേ ആ അലവൻസ് കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റെനോഗ്രാഫർക്ക് ഒരു അലവൻസ് ഫിക്സ് ചെയ്തിട്ട് സ്റ്റെനോഗ്രാഫർ ഒരു മാസം അവധിയെടുത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റെനോഗ്രാഫറുടെ അലവൻസ് ആയ 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോടതി ചോദിച്ചതാണ്, അത് ശമ്പളമാണോ അലവൻസാണോ? നിങ്ങൾ ലീവ് എടുക്കുമ്പോഴും അവധി ദിവസങ്ങളിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ശമ്പളം. അലവൻസ് എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് അലവൻസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. അപ്പൊ അതിനേക്കാൾ കൺഫ്യൂഷൻ, ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. ഇനി ബോണസിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ബേസിക്കും DA മാത്രമേ ഉള്ളൂ. ഗ്രാറ്റുവിറ്റി കണക്കാക്കാൻ ബേസിക്കും DA മാത്രമേ ഉള്ളൂ. മറ്റൊരു അലവൻസുകളും കൂട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വേജ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രഹേളികയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അതിന് ഈ കോഡിൽ അല്ലെങ്കിൽ ഈ 4 കോഡിലും ഒരു കോമൺ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേജസ് മീൻസ് all remuneration, whether by way of salary, allowances or otherwise, capable of being expressed in terms of money, which would, if the terms of employment express or implied were fulfilled, be payable to a person in respect of the work done in his employment. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെമ്യൂണറേഷനും, അത് നിങ്ങൾ സാലറി ആയിട്ടായാലും അലവൻസസുകളാണെങ്കിലും അല്ല മറ്റെന്ത് പേരിൽ പറഞ്ഞാലും അതെല്ലാം ഉൾപ്പെടും. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതാണ് വേജസിന്റെ സ്റ്റേറ്റ്മെന്റ്. അതാണ് വേജസ് മീൻസ് ഓൾ റെമ്യൂണറേഷൻ, whether by way of salary, allowances or otherwise, capable of being expressed in terms of money, which would, if the terms of employment express or implied were fulfilled, be payable to a workman in respect of the work done in his employment. എന്നിട്ട് അടുത്ത 2 ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. സ്പെസിഫിക് ഇൻക്ലൂഷൻസ് പറയുന്നുണ്ട്. ആൻഡ് ഇൻക്ലൂഡ്സ് എന്നിട്ട് പറയുന്നു ബേസിക് വേജസ്, DNS അലവൻസ്, റീറ്റെയിനിങ് അലവൻസ് ഇഫ് എനി. എന്താ റീറ്റെയിനിങ് അലവൻസ് എന്ന് പറയുന്നത്? അതെന്താ ഇഫ് എനി എന്ന് പറഞ്ഞത്? എല്ലായിടത്തും റീറ്റെയിനിങ് അലവൻസ് ഇല്ലേ? ഇല്ല. റീറ്റെയിനിങ് അലവൻസ് നമ്മളിൽ പലർക്കും
അത്ര സുപരിചിതവുമല്ല. കാരണം റീറ്റെയിനിങ് അലവൻസ് എന്ന് പറയുന്നത് സീസണൽ ഫാക്ടറികളിലും എംപ്ലോയ്മെന്റിലും. അപ്പൊ സീസണൽ ഫാക്ടറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ 7 മാസം പ്രവർത്തിക്കും. ബാക്കി 5 മാസം ഫാക്ടറിയിൽ പ്രവർത്തനം, കരിമ്പ്, ചോളം അതുപോലുള്ള ഇതുമായി ബന്ധപ്പെട്ട. പക്ഷെ ഈ 5 മാസം കഴിയുമ്പോൾ ഇവരെല്ലാവരും തിരിച്ചു വരണം. ആരോ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ആരുടെയോ ശബ്ദം വരുന്നുണ്ട്. അപ്പോ ഈ 5 മാസം കഴിയുമ്പോ നമ്മൾ ഇവരെല്ലാവരും തിരിച്ചു വരണം. അപ്പോ എംപ്ലോയർ എന്ത് ചെയ്യും? ഈ 5 മാസത്തേക്ക് അവർക്ക് ഒരു അലവൻസ് കൊടുക്കും, അവരുടെ സർവീസ് റീറ്റെയിൻ ചെയ്യാനായിട്ട്. അതാണ് റീറ്റെയിനിങ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റീറ്റെയിനിങ് അലവൻസ് ഉണ്ടെങ്കിൽ അത് കൂട്ടുക. ഇനി അടുത്ത ഭാഗം, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എന്തെല്ലാമാണ് വേജ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താത്തത് എന്ന് പറഞ്ഞിട്ടൊരു 11 ഐറ്റം താഴ്ത്തി എഴുതിയിട്ടുണ്ട്. നിയമപരമായ ബോണസ്, അതുപോലെ തന്നെ എന്തെങ്കിലും വീടോ അതുപോലുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വകവയ്ക്കാവുന്ന തുക, കൺവെയൻസ് അലവൻസ്, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, HRA, റീഇംബേഴ്സ്മെന്റ്സ്, ഓവർ ടൈം അലവൻസ്, ഒരു സെറ്റിൽമെന്റോ അവാർഡോ അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഓർഡർ മുഖാനോ നമ്മൾ കൊടുക്കുന്ന എല്ലാ അലവൻസുകളും, അതുപോലെ തന്നെ കമ്മീഷൻ. അപ്പോ ഈ 11 ഐറ്റം താഴെ എഴുതിയിട്ടുണ്ടെങ്കിലും 10ഉം 11ലേക്ക് നിങ്ങൾ നോക്കണ്ട. കാരണം 10 എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റിയും 11 എന്ന് പറയുന്നത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനുമാണ്. എന്നിട്ട് ഈ വേജസിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിയമം പറയുന്നത് ഈ 9 ഐറ്റം A to I അത് കൂട്ടി നോക്കുമ്പോ മൊത്തം ശമ്പളത്തിന്റെ 50% മുകളിൽ പോകുന്നില്ല. 50% ഒരു കുഴപ്പമില്ല. 50% മുകളിലേക്ക് ആ A to I എന്ന് പറയുന്ന ആ അലവൻസുകൾ പോവുകയാണെങ്കിൽ 50% മുകളിൽ പോയ ഭാഗം മുകളിലുള്ള ഇൻക്ലൂഷൻ പാർട്ടിലേക്ക് വരും, ബേസിക് പ്ലസ് DAയുടെ കൂടെ കൂട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് ഒരു കോമണാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ നമ്മൾ ഈ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതിൽ DFGH എന്ന് പറയുന്ന 4 ഐറ്റം കൂടി കൂട്ടണം. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെയൻസ് അലവൻസ്, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRA, അടുത്തത് ഓൾ റെമ്യൂണറേഷൻ പെയ്ഡ് ബേസ്ഡ് ഓൺ എ സെറ്റിൽമെന്റ് ഓർ അവാർഡ്, ദെൻ ഓവർ ടൈം അലവൻസ്. ഓവർ ടൈം അല്ല, ഓവർ ടൈം അലവൻസ്. എന്താ ഈ ഓവർ ടൈമും ഓവർ അലവൻസും തമ്മിലുള്ള വ്യത്യാസം? ഓവർ ടൈം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ ആയിട്ട് കൊടുക്കുന്നതാണ്. 8 മണിക്കൂറിൽ കൂടുതൽ ഒരാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഓവർ ടൈം കൊടുക്കണം. ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ചില ദിവസം ജോലി ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലവൻസ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു PA ഉണ്ട്. ആ സ്ത്രീയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, MD സ്ഥലത്തുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മണിക്കും പോകാൻ പറ്റില്ല, 7 മണിക്കും പോകാൻ പറ്റില്ല, 8 മണിക്കും പോകാൻ പറ്റില്ല. MD 15 ദിവസം ടൂറിലാണെങ്കിൽ കറക്റ്റ് 5 മണിക്ക് തന്നെ പോവാം, വേണമെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോവാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ദിവസവും എഴുതി കൂട്ടുന്നതിന് പകരം എന്തായാലും ഇവർക്ക് ചില സമയങ്ങളിൽ ഓവർ ടൈം ചെയ്യേണ്ടി വരും. അങ്ങനെ ഓവർ ടൈം അലവൻസ് നിങ്ങൾ ഫിക്സ് ചെയ്യും. അപ്പൊ അത് ഫിക്സഡ് ആണ്. MD ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2000 രൂപ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ അതും കൂടി പേയ്മെന്റ് ഓഫ് വേജസിന്റെ ആക്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ 4 എണ്ണം കൂടി കൂട്ടണം. പിന്നെ അതിനകത്തൊരു പ്രൊവിഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഒക്കെ കൊണ്ടുവന്നതിന് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, 1 സമയത്തിന് ശമ്പളം കൊടുക്കുക, 2 ഇതിൽ അനാവശ്യമായിട്ടുള്ള ഡിഡക്ഷൻസ് ഒഴിവാക്കുക. അപ്പൊ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് ഇപ്പൊ 700 രൂപ എന്ന് പറയും, എന്നിട്ട് അയാൾക്ക് ചായയും കാപ്പിയും ഊണോ കൊടുത്തിട്ട് പറയും അതിന് 200 രൂപയും 400 രൂപ പിടിച്ചെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നപ്പോഴും മിനിമം വേജസ് ആക്ട് വന്നപ്പോഴും ആദ്യം പറഞ്ഞത് ഓൾ പേയ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ് ഇൻ ക്യാഷ്. പൈസ ആയിട്ട് കൊടുക്കണം. നിങ്ങൾ ചോറ് കൊടുത്തു, അതിന് 100 രൂപ കുറച്ച് കൊടുത്തു പറയണം. പക്ഷേ ഗുണമായാലും ദോഷമായാലും അതൊന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊരു ഗവൺമെന്റ് ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിന്റെ 15% നിങ്ങൾക്ക് ഈ രൂപത്തിൽ വകകൊള്ളിക്കാം. നിങ്ങൾ 2 നേരം ചായയും സ്നാക്സും ഉച്ചയ്ക്ക് ഊണും കൊടുത്തിട്ട് ഇന്ന് 600 രൂപ ശമ്പളത്തിൽ നിന്ന് 100 രൂപ കുറയ്ക്കാൻ പറ്റില്ല. അതുവരെ മെസ് സബ്സിഡി ഇനത്തിലോ എന്തെങ്കിലും ഒക്കെ പെടുത്താന്നല്ലേ, ശമ്പളത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
പക്ഷെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ 15% നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻ കൈൻഡ് എന്ന് പറയുന്നത്, മറ്റത് ഇൻ ക്യാഷ്, ഇത് ഇൻ കൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് എംപ്ലോയർക്ക് അത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ അത് തടുക്കാൻ എംപ്ലോയിക്ക്, നിങ്ങൾക്ക് ട്രേഡ് യൂണിയന് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ഇപ്പൊ HOC ജനറൽ മാനേജർ മുതൽ താഴത്തേക്ക് എല്ലാവർക്കും 2 കവർ പാല് കൊടുക്കും. പക്ഷെ അത് ശമ്പളത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഈ കോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാലിന്റെ 50 രൂപ വേണമെങ്കിൽ 30 ദിവസവും കൊടുക്കുകയാണെങ്കിൽ 1500 രൂപ പിടിക്കണമെങ്കിൽ പിടിക്കാം. നിയമപരമായിട്ട് അതിന് അവകാശമുണ്ട്. ഇന്ന് പറ്റില്ല, ഇന്നത് ഫ്രീ ആണ്. മനസ്സിലായോ? അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അത് ഈ കോഡ് പഠിക്കുമ്പോൾ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ കോഡുകളും, പ്രത്യേകിച്ച് ഇൻഡസ്ട്രി റിലേഷൻസ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, പൊതുവായിട്ട് ലേബർ നിയമങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. ഈ ലേബറിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 വർക്കർ, 2 വർക്കർ അല്ല, അതിന് മുകളിലുള്ള ആള്. അപ്പോ ഈ കോഡില് നമ്മൾ ഓരോ ആക്ടിൽ ഒന്നില്ലെങ്കിൽ വർക്കർ എന്നുള്ള ഡെഫിനിഷൻ കാണും. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് നോക്കിയാൽ വർക്കറാണ്. PF ആക്ട് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി എന്നുള്ള ഡെഫിനിഷൻ കാണും. ESI നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി എന്നുള്ള ഡെഫിനിഷൻ കാണും. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വർക്കറാണ്. ഈ കോഡില് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കറെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എംപ്ലോയിനെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നുള്ളത് പാർലമെന്ററി കമ്മിറ്റിക്ക് വരെയും പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ തലയിലേക്ക് വരെ കയറാത്തൊരു സംഭവമാണോ. അത് മേത്താബ് എന്ന് പറയുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ പല പ്രാവശ്യം ചോദിച്ചു ലേബർ സെക്രട്ടറിയോട്, എന്തിനാ ഒരു ഡെഫിനിഷൻ പോലെ, ഇതെന്തിനാ ഈ വർക്കറും പിന്നെ എംപ്ലോയിനെയും 2നെയും കൂടി ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന് പറ്റുന്ന വിധത്തിലെല്ലാം കുറച്ച് വിശദീകരിച്ചെങ്കിലും അതിലൊരു ഡെഫിനിഷൻ മതി എന്നാണ് റെക്കമെൻഡേഷൻ എഴുതി കൊടുത്തത്. പക്ഷെ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഒരു തൊഴിൽ സ്ഥാപനം നടത്തുന്നവരാണെങ്കിലും ഒരു സ്ഥാപനത്തില് ട്രേഡ് യൂണിയനെ നയിക്കുന്നവരാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വ്യത്യാസമാണ് ഈ വർക്കറും എംപ്ലോയിയും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഒരു വർക്കറെ പിരിച്ചുവിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലേബർ ഓഫീസറുടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു വർക്കറെ പിരിച്ചുവിട്ടാൽ മാത്രമേ അതിനകത്ത് കൺസീലിയേഷൻ ഉള്ളൂ. ഒരു വർക്കർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളെ പിരിച്ചുവിട്ടാൽ മാത്രമേ ലേബർ കോടതിയിലേക്കും ട്രൈബ്യൂണലിലേക്കും നാഷണൽ ട്രൈബ്യൂണലിലേക്കും പോകാൻ പറ്റുള്ളൂ. ഒരു മാനേജർ ഒരു കമ്പനി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അയാൾക്ക് അത് എടുക്കാൻ പറ്റില്ല. ഒരു ലേബർ കോടതിക്കും അയാളുടെ കേസ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ രാജ്യത്തെ ഒരു പൗരനായ അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ലേ? ഒരു അനീതി വന്നു കഴിഞ്ഞാൽ അതിന് ഈ രാജ്യത്തെ ഭരണഘടന ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നില്ലേ? ഉണ്ട്. പക്ഷെ വർക്കർ എന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സിവിൽ കോടതിയിൽ പോകാം, എന്നെ അന്യായമായിട്ട് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇപ്പൊ ട്രേഡ് യൂണിയൻ ആർക്കും ഉണ്ടാക്കാം, ഓഫീസേഴ്സിന് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം. ഇപ്പൊ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അല്ലെ, ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. പക്ഷെ അതിലൊരു ഓഫീസറെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവര് ലേബർ ഓഫീസറുടെ അടുത്തേക്കല്ല പോകുന്നത്, പോകാൻ പറ്റില്ല, അവര് സിവിൽ കോടതിയിൽ പോകും. പക്ഷെ സിവിൽ കോടതിയും ലേബർ കോടതിയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കോടതിയിൽ ഒരു ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നെ അകാരണമായി പിരിച്ചുവിട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടമുണ്ട്. സിവിൽ കോടതിക്ക് ഒരാളെ തിരിച്ചെടുക്കൂ എന്ന് പറയാനുള്ള അധികാരമില്ല. ആ അധികാരം ലേബർ കോടതിക്ക് മാത്രമേ ഉള്ളൂ, ട്രൈബ്യൂണലിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അവിടെ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, സിവിൽ കേസ് നടത്തിയിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു ക്ലെയിം വിൽക്കുകയാണെങ്കിൽ അതിന്റെ 10% കോർട്ട് ഫീ ആയിട്ട് കിട്ടണം. 2 ലക്ഷം രൂപ എനിക്ക് നഷ്ടമുണ്ട് എന്ന് പറഞ്ഞ ഒരു മാനേജർ പോയാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 20,000 രൂപ ആദ്യം കെട്ടണം. എന്റെ ഇഷ്യൂ ഫ്രെയിം ചെയ്ത് വരുമ്പോഴേക്കും 10% മുഴുവനായിട്ട് കെട്ടിയേ പറ്റൂ. അപ്പൊ ആരാണ് ഈ വർക്കർ, ആരാണ് ഈ എംപ്ലോയി? നമ്മൾ എന്തിനാ അത് മനസ്സിലാക്കുന്നത്? എന്താണ് ഇതിന്റെ വ്യത്യാസം? അപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വർക്കർ എന്ന് പറഞ്ഞ തൊഴിലാളി,
എംപ്ലോയി എന്ന് പറഞ്ഞ ജീവനക്കാരൻ. എല്ലാ വർക്കേഴ്സും ജീവനക്കാരനാണ്. പക്ഷെ എല്ലാ ജീവനക്കാരനും തൊഴിലാളിയല്ല, അതിന് മുകളിലുള്ള ആളുകളുണ്ട്. അപ്പോ എന്താണ് ഈ വർക്കർ, എന്താണ് ഈ എംപ്ലോയി? ആക്ട് എന്ത് പറയുന്നു? ആക്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാളെയാണോ നിങ്ങൾ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ, അയാൾ ചെയ്യുന്ന ജോലി അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, മാനുവൽ, ഓപ്പറേഷണൽ, ടെക്നിക്കൽ, ക്ലറിക്കൽ, സൂപ്പർവൈസറി, ഇത്രയും ജോബ് ആണെങ്കിൽ അയാൾ ഒരു വർക്കറാണ്. ഇതിൽ ആകെ ശമ്പളത്തിലേക്ക് നോക്കേണ്ട ഒരേ ഒരു കാറ്റഗറി ഉള്ളൂ, സൂപ്പർവൈസർ. സൂപ്പർവൈസറുടെ മാത്രം ശമ്പളം നോക്കിയാലേ അത് വർക്കറാണോ അല്ലയോ എന്നുള്ളത് പറയാനായിട്ട് പറ്റൂ. ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് യഥാർത്ഥ സൂപ്പർവൈസർ ജോലി ചെയ്യുകയും, അതായത് അയാള് ചില തൊഴിലാളികളെ സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ അറ്റൻഡൻസ് വയ്ക്കുന്ന അയാളായിരിക്കണം, അവർക്ക് 1 മണിക്കൂർ നേരത്തെ വേണമെങ്കിൽ അനുവാദം കൊടുക്കുന്ന അയാളായിരിക്കണം. അയാൾ യഥാർത്ഥ സൂപ്പർവൈസർ ജോലി ചെയ്യുകയും അയാളുടെ ശമ്പളം ഇന്നത്തെ നിലയ്ക്ക് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അയാൾക്ക് പിന്നെ വർക്കർ എന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല. ആ 10,000 എന്നുള്ളത് വേജ് കോഡിൽ 15,000 ആയിട്ടും ബാക്കിയുള്ള 3 കോഡുകളിൽ 18,000 ആയിട്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വർക്കർ എന്ന് പറയുന്ന ഡെഫിനിഷൻ ആണ്, എനി പേഴ്സൺ employed to do any unskilled, semi-skilled, skilled, manual, operational, technical, clerical, supervisory job. അവന്റെ സാലറിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഈസ് എ വർക്കർ. അതുകൊണ്ടാണ് 3 ലക്ഷം രൂപ മേടിക്കുന്ന പൈലറ്റ് വർക്കറായത്. കാരണം അദ്ദേഹം ഒരു ടെക്നിക്കൽ ജോബാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ആരെയും സൂപ്പർവൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ മാനേജീരിയൽ ജോബ് ഒന്നുമില്ല. സമയത്തിന് ഫ്ലൈറ്റ് പറത്തുക, ഇന്ന സ്ഥലത്ത് എത്തിക്കുക, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വണ്ടി ഒന്നുണ്ടാവും, പോയി ഹോട്ടലിൽ കിടക്കുക, തിരിച്ചു വരിക, അടുത്ത സ്ഥലത്തേക്ക് പറത്തുക. ഇത് പല പ്രാവശ്യം ഗവൺമെന്റിനോട് ടേക്കപ്പ് ചെയ്തു. പക്ഷെ നിയമം എങ്ങനെ ഇരിക്കുമ്പോൾ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2015 ജെറ്റ് എയർവേസിന്റെ സമരത്തിൽ അവർ പറഞ്ഞു ഗവൺമെന്റിനോട്, ഇതെന്തൊരു കഷ്ടമാണ്, ഒരു പൈലറ്റിനെ പിരിച്ചുവിടണമെങ്കിൽ വലിയ ഫോർമാലിറ്റിയാണ്, അയാൾക്ക് ലേബർ കോടതി പോവാം. അതേസമയം താഴത്ത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിൽ നിൽക്കുന്ന സൂപ്പർവൈസറെ എനിക്ക് പിരിച്ചുവിടാം, അയാൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല, അയാൾക്ക് സിവിൽ കോടതിയിലേ പോകാൻ പറ്റുള്ളൂ. 2018 എയർ ഇന്ത്യയുടെ സമരം വന്നപ്പോൾ വീണ്ടും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടേക്കപ്പ് ചെയ്തു, ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നും നടന്നിട്ടില്ല. കാര്യം ഇപ്പോൾ നിയമം വെച്ചിട്ട് ഒന്നും നടക്കാനും പറ്റില്ല. മനസ്സിലായോ? അപ്പോ എന്താണ് ഈ എംപ്ലോയിയുടെ ഡെഫിനിഷൻ? എംപ്ലോയിയുടെ ഡെഫിനിഷനും തുടക്കം ഇതൊക്കെ തന്നെ. എനിബഡി ഹു ഈസ് എൻഗേജ്ഡ് ടു ഡു അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, മാനുവൽ, ഓപ്പറേഷണൽ, ടെക്നിക്കൽ, ക്ലറിക്കൽ, സൂപ്പർവൈസറി, കഴിഞ്ഞിട്ട് 2 കൂടി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ ജോബ്. അപ്പോ ഈ സൂപ്പർവൈസർക്ക് മാത്രമാണ് ശമ്പളം നോക്കേണ്ടത്, ഇങ്ങേയറ്റത്തുള്ള മാനേജറുടെ ശമ്പളവും നോക്കേണ്ടത്. നമ്മുടെ ഈ പൈലറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരാൾ മാനേജീരിയൽ ജോബാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ശമ്പളം പ്രശ്നമേ അല്ല, അയാൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. അയാൾ മാനേജീരിയൽ ജോബ് ചെയ്യുകയും ശമ്പളം 8,000 രൂപ ഉള്ളെങ്കിൽ ഒരു കാര്യമില്ല, എനിക്ക് 8,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, എടാ ഒരു മാനേജറുടെ എല്ലാ അധികാരങ്ങളുള്ള ഒരാൾക്ക് 8,000 രൂപ ശമ്പളമുള്ള അങ്ങനെ ഒരു മാനേജർ ഉണ്ടോ? അത് കാണണമെങ്കിൽ ചെറിയ നമ്മുടെ ഒരു ഗ്രാമത്തിലെ സിനിമാ തിയേറ്ററിൽ ചെന്നാൽ അവിടെ ഒരു മാനേജർ ഉണ്ട്. ഈ മാനേജറാണ് അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഈ മാനേജറാണ് ഏത് വാതിക്ക് ആരെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഈ മാനേജറാണ് അവരുടെ അറ്റൻഡൻസ് വയ്ക്കുന്നത്, ഈ മാനേജറാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇനി അവരെ ഒരു മിസ്കണ്ടക്ട് നടത്തിയാൽ അവർക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കുന്നത് ഇദ്ദേഹമാണ്. ആണോ? ആണെങ്കിൽ ശമ്പളം പ്രശ്നമല്ല, അദ്ദേഹവുമോ. അപ്പൊ ഇനി എന്താണ് ഈ വർക്കറും എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കോഡുകൾ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ വിശകലനം ചെയ്യേണ്ടത്? അപ്പോ ചില സ്ഥലങ്ങളിൽ എഴുതിയിരിക്കും വർക്കർ എന്ന് എഴുതിയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഈ പറയുന്ന ആനുകൂല്യം വർക്കർക്ക് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്
is a dispute or a difference between employers and workmen, or between workmen and workmen, or between employers and employers. അവിടെ എല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് എന്താ? വർക്ക്മെൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യണമെങ്കിൽ അവൻ വർക്ക്മെൻ എന്നുള്ള കാറ്റഗറിയിലായിരിക്കണം. അതേസമയം നിങ്ങൾ ഇപ്പൊ ബോണസ് ആക്ട് എടുത്തു നോക്കൂ, അവിടെ വർക്കർ എന്നുള്ള പദമില്ല, അവിടെ എംപ്ലോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മാനേജർ ആണെങ്കിലും ഇന്നത്തെ നിയമം അനുസരിച്ച് ശമ്പളം 21,000 രൂപയിൽ കുറവാണെങ്കിൽ അയാള് ആ ബോണസിന് അർഹതയുണ്ട്. അതുകൊണ്ട് എംപ്ലോയി എന്നാണ് പറഞ്ഞത്. ES ആക്ടിൽ എംപ്ലോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ജനറൽ മാനേജറുടെ ശമ്പളം 21,000 രൂപയ്ക്കുള്ളാണെങ്കിൽ അയാളെയും ESL കവർ ചെയ്യണം. പ്രൊവിഡന്റ് ഫണ്ടിലും അങ്ങനെ തന്നെയാണ്. 15,000 രൂപയിൽ താഴെയാണെങ്കിൽ അയാൾ മാനേജർ ആവട്ടെ, സൂപ്പർവൈസർ ആവട്ടെ, ആരും ആവട്ടെ, അയാളെ കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കോഡുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോ നമ്മള് റിട്രഞ്ച്മെന്റ്, ലേ ഓഫ്, ഇതിനെല്ലാം 100-ൽ നിന്ന് 300-ലേക്ക് ആക്കി. അപ്പൊ നമുക്ക് തോന്നുന്നു 300 ആക്കിയുള്ളൂ, കുറച്ചും കൂടി കൂട്ടണമായിരുന്നു. അല്ലെങ്കിൽ ഈ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 700-750 ഉള്ള ഫാക്ടറി വരെ ഇന്നിപ്പോ ഒരു പെർമിഷനിലാണ് അടച്ചു കൂട്ടാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 300-ന്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് 300 വർക്കേഴ്സ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു 300 താഴെ ഒരു 299 വർക്കറും ഉണ്ട്, ഒരു 300 കോൺട്രാക്ട് ലേബറും ഉണ്ട്, ഒരു 250 ഓഫീസേഴ്സും ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു 750 ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ സ്ഥാപനത്തിന് പെർമിഷൻ വേണ്ട. കാരണം അവിടെ വർക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കോഡ്, ഈ 4 കോഡ് വായിക്കുമ്പോഴും ത്രൂ ഔട്ട് നോക്കേണ്ട കാര്യം, നമ്മുടെ 100 പറഞ്ഞിരിക്കുന്നിടത്തും 300 പറഞ്ഞിരിക്കുന്നിടത്തും ഇനി ക്യാൻറ്റീൻ കൊടുക്കുന്നെങ്കിലും 300 പേര് വേണം എന്ന് പറയുമ്പോൾ അവിടെ വർക്കർ എന്നാണോ എംപ്ലോയി എന്നാണോ പറഞ്ഞിരിക്കുന്നത്? വർക്കർ എന്നാണെങ്കിൽ വർക്കറെ മാത്രം കൂട്ടിയാൽ മതി. എംപ്ലോയി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടണം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള അതൊരു വ്യത്യാസം. പിന്നെ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് ഇതിനകത്ത് ഡെഫിനിഷൻ ഇല്ല, ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല. കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇനി നമ്മുടെ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ആക്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 4 ആക്ടുകളാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. അതില് ഒരു ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 2 സെക്ഷനിൽ അവനെ സമാഹരിച്ചിരിക്കുകയാണ്. ആ 2 സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3-ഉം സെക്ഷൻ 4-ഉം. അപ്പൊ സെക്ഷൻ 3-ൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ശമ്പളത്തിൽ വ്യത്യാസം പാടില്ല. അപ്പൊ ഈ ഒരേ ജോലിയാണോ എന്നുള്ളത് എങ്ങനെ നിർണയിക്കണം എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ 4 ഘടകങ്ങൾ വെച്ചാണ് തീരുമാനിക്കുന്നത്. സ്കില്ല്, എഫർട്ട്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റി. അതൊക്കെ ഒരുപാട് തർക്കങ്ങളും കേസുകളൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ചെയർമാന്റെ BAയും പ്രൊഡക്ഷൻ മാനേജറുടെ BAയും ഒരേ ശമ്പളം വേണമെന്ന് പറയുന്നു. സ്കില്ല് ശരിയാണ്, കാരണം ടൈപ്പ് ചെയ്യാനായിട്ട് 2 പേർക്കും 2 സ്കിൽ ആവശ്യമില്ല. എഫർട്ട് ശരിയാണ്, എക്സ്പീരിയൻസ് സെയിമാണ്. റെസ്പോൺസിബിലിറ്റി വന്നപ്പോൾ മാറി. ചെയർമാന്റെ BA ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ കമ്പനി മുഴുവൻ പ്രശ്നത്തിലാവും. പ്രൊഡക്ഷൻ മാനേജറുടെ ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ അതിനോടനുബന്ധിച്ച കാര്യമുള്ളൂ. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ തുല്യത വേണം. സ്കില്ല്, എഫർട്ട്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റി. തുല്യമാണെങ്കിൽ പിന്നെ ശമ്പളം വ്യത്യസ്തമാക്കാൻ പാടില്ല. അപ്പൊ ശമ്പളം വ്യത്യസ്തമാകാനായിട്ടേ പാടുള്ളൂ. അടുത്ത പ്രൊവിഷൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഒരു ശമ്പളം 1 ആക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ കൂടിയുള്ള ശമ്പളം അങ്ങോട്ട് കുറച്ചേക്കാം. അപ്പൊ അതാണ് അടുത്ത പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. തുല്യമാക്കുന്നതിന് വേണ്ടി ആരുടെയും ശമ്പളം കുറയ്ക്കാൻ പാടില്ല. 2ാമത്തെ പ്രൊവിഷൻ അതിനകത്ത് മൂന്നാമത്തെ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത് ഈ തുല്യ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുമ്പോഴും അതിന് സ്ത്രീക്കും പുരുഷനും ചെയ്യാവുന്ന ജോലിയാണെങ്കിൽ അതിലൊരു വിവേചനം പാടില്ല. സെക്ഷൻ 4 പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അതോറിറ്റിക്ക് റെഫർ ചെയ്യുക. അദ്ദേഹം പറയുന്നത് അതിന്റെ ഫൈനലായിരിക്കും കേട്ടോ. ഇനി മിനിമം വേജിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ സെക്ഷൻ 5 എന്ന് പറയുന്നതിന്റെ പ്രോഹിബിഷനാണ്. നോ എംപ്ലോയർ ഷുഡ് പേ ലെസ് ദാൻ മിനിമം വേജ്. മിനിമം വേജിൽ കുറച്ച് ഒരു എംപ്ലോയറും കൊടുക്കാൻ പാടില്ല.
കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. അപ്പോ ഈ നമ്മളുടെ ഈ കോഡിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഗവൺമെന്റിനെ സഹായിക്കാനായിട്ട് 2 ബോർഡുകളാണ്. ആകെ ഈ കോഡിൽ ആകെ 2 ബോർഡുകളേ ഉള്ളൂ. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സെൻട്രൽ അഡ്വൈസറി ബോർഡ്, 2 സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്. ഈ ബോർഡുകളാണ് ഗവൺമെന്റിനെ ഇതിന്റെ ഇംപ്ലിമെന്റേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം സഹായിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഗവൺമെന്റ് ഫ്ലോർ വേജ് നിശ്ചയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലോർ വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു മിനിമം വേജ് ആണ്. എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല. അത് നിശ്ചയിക്കാനുള്ള ചടങ്ങുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡിനോട് ഇതിന്റെ റെക്കമെൻഡേഷൻ തരാൻ പറയുക. അങ്ങനെ കിട്ടുന്ന റെക്കമെൻഡേഷൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അയച്ചു കൊടുക്കുക. സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഫൈനലായിട്ട് ഗവൺമെന്റിന് ഫ്ലോർ വേജ് ഡിസൈഡ് ചെയ്യാം. അപ്പോ ഇപ്പൊ മിനിമം വേജ് ഉണ്ടല്ലോ, ഈ ഫ്ലോർ വേജ് വന്നാൽ ഇപ്പോഴുള്ള മിനിമം വേജിന് എന്ത് സംഭവിക്കും? ഇത് നിൽക്കുവോ പോകുവോ? അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോഴുള്ള മിനിമം വേജ് ഫ്ലോർ വേജിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് കൊടുത്തോളണം. ഇപ്പോഴുള്ള മിനിമം വേജ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലോർ വേജ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ അത് കൊടുക്കും. പിന്നെ മിനിമം വേജ് ഡിക്ലെയർ ചെയ്യുന്നുള്ള പ്രൊസീജിയറുകൾ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി കളയണമെന്നില്ല. 2 തരത്തിൽ ഗവൺമെന്റ് ചെയ്യാം. ഒന്ന്, കമ്മിറ്റികൾ ഉണ്ടാക്കുക, കമ്മിറ്റിയോട് മിനിമം വേജ് റെക്കമെൻഡേഷൻ നടത്താൻ പറയുക, അത് നോട്ടിഫൈ ചെയ്യുക, ഒബ്ജക്ഷൻ, സജഷൻ, ഇംപ്രൂവ്മെന്റ് കോൾ ഫോർ ചെയ്യുക, അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കുക. അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കമ്മിറ്റി ഒന്നും ഉണ്ടാക്കണ്ട, ഗവൺമെന്റ് സ്വന്തമായി നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, ഒബ്ജക്ഷൻ, സജഷൻസ്, ഇംപ്രൂവ്മെന്റ് കോൾ ഫോർ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വഴിയാണെങ്കിൽ, കാരണം കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ട്രൈപാർട്ടൈറ്റ് കമ്മിറ്റിയാണ്, എംപ്ലോയറുടെ ആളുണ്ട്, എംപ്ലോയിഡ് ആളുണ്ട്, ഗവൺമെന്റ് ആളുണ്ട്. നോട്ടിഫിക്കേഷൻ വഴിയാകുമ്പോൾ അതിലൊരു പ്രൊവിഷൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡിനെയും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡിനെയും കൺസൾട്ട് ചെയ്യണം. പക്ഷെ കമ്മിറ്റി വഴിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങളത് ഈ കൺസൾട്ടേഷന്റെ ആവശ്യമില്ല, ഗവൺമെന്റിന് സ്വന്തമായിട്ട് മുന്നോട്ട് തന്നെ പോകാം കേട്ടോ. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷനെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോ 50% ഡിഡക്ഷൻ, പക്ഷെ കമ്പനിക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതിനകത്ത് സാധനങ്ങൾ കൊടുക്കുന്നത്, അതിനകത്തേക്കുള്ള ഡിഡക്ഷനും കൂടി ഉണ്ടെങ്കിൽ 75% പോവാം. ആരുടെ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ശബ്ദം വരുന്നുണ്ട്, അത് മ്യൂട്ട് ചെയ്യൂ. ഇതിനകത്ത് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ശരിയാവില്ല. അപ്പോ ഇപ്പോ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ 75% ആകാം എന്നുള്ളത് എടുത്തു കളഞ്ഞു. 50% കൂടുതൽ ഒരു റിക്കവറിയും പാടില്ല. 50%-ന്റെ മുകളിൽ വരികയാണെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് മാറ്റുക, അവിടെ നിന്നില്ലെങ്കിൽ പിന്നീടുള്ള മാസത്തേക്ക് മാറ്റുക. പക്ഷെ ഇവിടെ ഒരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 18 സബ്സെക്ഷൻ 2 പറയുന്ന ഡിഡക്ഷനിൽ ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി കൂടി പെടുത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരാൾ 15 ദിവസം വന്നുള്ളൂ, പകുതി ശമ്പളം ഉള്ളെങ്കിൽ പിന്നെ ഒരു ഡിഡക്ഷനും പറ്റില്ല. കാരണം ആകെ 50% ഡിഡക്ഷനിലേ പറ്റുള്ളൂ. ആ 50% ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 15 ദിവസത്തെ ശമ്പളം ഉള്ളെങ്കിൽ അയാളിൽ നിന്ന് ഒരു ഡിഡക്ഷനും പറ്റില്ല. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസത്തിന് 8 ദിവസത്തെ ശമ്പളം പിടിക്കാം. എന്താണത്, ഡേസ് നോൺ ആണോ എന്താണോ? അപ്പൊ അതും ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിലെ ഒരു പ്രൊവിഷനാണ്. ആ പ്രൊവിഷൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ മിനിമം 10 തൊഴിലാളികൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒരു അകാരണമായി ഒരു സമരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ മാനേജ്മെന്റിന് ഒരു ദിവസം സമരം ചെയ്തു കഴിഞ്ഞാൽ 8 ദിവസത്തെ ശമ്പളം പിടിക്കാം. പക്ഷെ ഇപ്പൊ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പണ്ട് തൊഴിലാളി പരാതിയുമായിട്ട് പോകണം. ഇപ്പൊ കോഡില് പറയുന്നത് തൊഴിലാളി
പരാതിയായിട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റ് റിക്കവറി ആണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എംപ്ലോയർ ഇൻസ്പെക്ടറെ അറിയിക്കണം. എന്നിട്ട് ഇൻസ്പെക്ടർ അത് പരിശോധിച്ച് അത് തെറ്റാണ്, ഈ കോഡിലെ പ്രൊവിഷൻസ് എതിരാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാൻ പറയാനും എംപ്ലോയർക്കെതിരെ നടപടി സ്വീകരിക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ മിനിമം വേജസിലെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടൈം റേറ്റിൽ ഒരു തൊഴിലാളിക്ക് വേതനം നിശ്ചയിച്ചിരിക്കുന്നു. അയാളെ കൊണ്ട് പീസ് റേറ്റിൽ ജോലി ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഒരു ഗാർഡനർ, അയാളുടെ മിനിമം ശമ്പളം നിശ്ചയിച്ചിരിക്കുന്ന 500 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ വന്നപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ചിലപ്പോ നീ നന്നായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പൈസ ഒക്കെ ഉണ്ടാകുന്ന ഒരു മാർഗം പറഞ്ഞുതരാം, ഒരു സ്ക്വയർ മീറ്ററിന് 100 രൂപ വെച്ച് തന്നേക്കാം. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ അയാൾ 6 സ്ക്വയർ മീറ്റർ വെട്ടിയാൽ ഈ 500-ന് പകരം 600 കൊടുക്കണം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രൊവിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം റേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു തൊഴിലാളിയെ കൊണ്ട് പീസ് റേറ്റിൽ ചെയ്യിക്കാം. പക്ഷെ വൈകുന്നേരം ആവുമ്പോ ഈ ടൈം റേറ്റിനോട് തുല്യമായിട്ടുള്ള ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ടൈം റേറ്റിലെ പൈസ കൊടുക്കും. അതാണ് ഒരു ഇതുള്ളത്. ബോണസില് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം പ്രൊവിഷൻസ് തന്നെയാണ് ഇപ്പൊ ഉള്ളത്. ആദ്യത്തെ 5 വർഷം ബോണസ് ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും ബോണസ് കൊടുക്കണം. 5 വർഷം ബോണസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു വ്യവസ്ഥയുള്ള ഒരു സ്ഥാപനം തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിൽ ബോണസ് ഇല്ല എന്ന് പറഞ്ഞാലും അതിലേതെങ്കിലും വർഷം ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ വർഷം ബോണസ് കൊടുക്കണം. പക്ഷെ അതിന് സെറ്റ് ഓണോ സെറ്റ് ഓഫോ ഇല്ല. 40% ഉണ്ടെങ്കിൽ 20% കൊടുത്തിട്ട് ബാക്കി മുതലാളിക്ക് കൊണ്ടുപോകാം. 5 വർഷം കഴിഞ്ഞാൽ അങ്ങനെ പറ്റൂല, അത് മാറ്റി മാറ്റി വെക്കണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, എനിക്കോണ യൂണിയൻകാര് അത് കാണാതെ ഒരു ഇതില് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് 20 പേരുണ്ടെങ്കിലാണ് ബോണസ് ആക്ട് ബാധകമാകുന്നത്. പക്ഷെ കേരളത്തിൽ 10 പേരുണ്ടെങ്കിലും ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഒരു അമെന്റ്മെന്റ് അതിനകത്ത്, അത് അവിടെ നിൽക്കട്ടെ. ഈ ബോണസ് ആക്ട് 20 പേര് എന്ന് പറയുമ്പോൾ നമ്മൾ 20 പേര് ഒന്നും ബോണസ് ആക്ട് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ഇത് 20-ൽ നിന്ന് താഴെ പോയാലും പിന്നെ ഒരാളുള്ളെങ്കിലും ഈ ബോണസ് ആക്ട് ആപ്ലിക്കബിൾ ആവും. പക്ഷെ അത് ഈ കോഡിൽ ഒരു വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അത് ഇയർ വൈസ് ആക്കി. ആ ബോണസ് കൊടുക്കാനുള്ള വർഷത്തിൽ ഒരു ദിവസമെങ്കിലും 20 ആളില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിന് ബോണസ് ആക്ട് ബാധകമേ അല്ല. അതാണ് ഒരു മേജർ ചേഞ്ച് ഈ ബോണസിനെ കുറിച്ച് വന്നിരിക്കുന്നത്. അത് എങ്ങനെയോ അവരുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരങ്ങനെ ഒരിക്കലും യൂണിയൻ വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻസ്പെക്ടറെ എല്ലാം ഒരു ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്ന് പേര് മാറ്റിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഡിലെ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് ചെന്ന് ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നടപ്പാക്കാനായിട്ട് എംപ്ലോയറെ സഹായിക്കുകയും തൊഴിലാളിയെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു ജോലി കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തതിന് ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ നടപടികൾ പാടുള്ളൂ. പിന്നെ എംപ്ലോയർക്ക് വളരെ സഹായകരമായ ഒരു കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ആ ബേബി ഡേവിസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ, മ്യൂട്ട് ചെയ്യണം. ബേബി ഡേവിസ് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, മ്യൂട്ട് ചെയ്തോ? അപ്പോ എംപ്ലോയറെ ഇപ്പൊ ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് നിന്നെ ഞാൻ അകത്താക്കി കളയും എന്ന് ഇനി പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് കോഡ് ഓൺ വേജസിൽ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതിയില് കേസ് നിങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്താൽ പോലും അത് കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ എംപ്ലോയേഴ്സിന് ഈ കോഡ് കൊടുത്തിരിക്കും. അപ്പൊ ഈ കോഡ് ഓൺ വേജസിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഫൈൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഇംപ്രിസൺമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റു കോഡുകളിൽ ഇംപ്രിസൺമെന്റ് ഉണ്ടെങ്കിലും ചെയ്യാം, പക്ഷെ ഇംപ്രിസൺമെന്റ് 1 വർഷത്തിൽ കൂടാൻ പാടില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്? അപ്പൊ ഇതിനെന്താണ് ഈ കോഡ് ഓൺ വേജസിൽ ചെയ്തിരിക്കുന്നത്?
അപ്പൊ കോഡ് ഓൺ വേജസിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്മെന്റിനെ ആദ്യം 3 ആയിട്ട് അങ്ങ് തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, മിനിമം വേജ് കൊടുക്കാതിരിക്കുക, മിനിമം വേജ് കുറച്ചു കൊടുക്കുക, ബോണസ് കൊടുക്കാതിരിക്കുക, ബോണസ് കുറച്ചു കൊടുക്കുക. ഇതെല്ലാം ഒറ്റ പണിഷ്മെന്റ് ആണ്. പക്ഷേ അതിന്റെ ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് 50,000 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ കെട്ടിവെച്ചുകൊണ്ട് നിങ്ങളുടെ കേസ് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ അതേ കുറ്റം 5 വർഷത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 5 വർഷത്തിനുള്ളിൽ കോമ്പൗണ്ടിങ് ഇല്ല. 2, 5 വർഷത്തിനുള്ളിൽ ആ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ ഇംപ്രിസൺമെന്റ് വരുന്നുണ്ട്. 3 മാസത്തെ ഇംപ്രിസൺമെന്റ് വരുന്നുണ്ട്. 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷമാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് കൊടുക്കുന്നത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഏത് കുറ്റമാണെങ്കിലും അതിന് 20,000 രൂപ. അപ്പൊ 10,000 രൂപ കൊടുത്തിട്ട് എന്ത് സെറ്റിൽ ചെയ്യാം. അതും 5 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ പിന്നെ വീണ്ടും അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ റെക്കോർഡ്സ് ഓർ ഇംപ്രോപ്പർ റെക്കോർഡ്സ്. ഒന്നില്ലെങ്കിൽ റെക്കോർഡില്ല, അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന റെക്കോർഡ് ശരിയല്ല. 10,000 രൂപ. അതിന് 5,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം. പക്ഷെ 5 വർഷത്തിനുള്ളിൽ പറ്റില്ല. രണ്ടാമത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഇംപ്രിസൺമെന്റ് ഒന്നുമില്ല. പക്ഷെ 5 വർഷത്തിനുള്ളിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇനി തൊഴിലാളിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഒരു തൊഴിലാളിക്ക് ഒരു സ്ഥാപനത്തിൽ അയാൾ വർക്ക് ചെയ്യുന്നു, കുറെ കാലങ്ങൾ അയാൾ വർക്ക് ചെയ്യുന്നു, അയാൾക്ക് മിനിമം വേജ് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി പിരിച്ചു കൊടുക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം മുതലാളി പിരിച്ചു വിട്ടാൽ ഇയാൾക്ക് പരാതി കൊടുക്കാൻ പോകാനായിട്ട് എത്ര കാലത്തെ പുറകോട്ടുള്ള മിനിമം വേജ് കിട്ടിയില്ല, ഒരു 100 രൂപയുടെ വ്യത്യാസമുണ്ട്, എത്ര കാലം പുറകോട്ട് ചോദിക്കാം? ഇന്നത്തെ സ്ഥിതിയിൽ 6 മാസത്തേക്ക് പുറകോട്ട് ചോദിക്കുന്നത്. അയാൾക്ക് കിട്ടാതിരുന്നത് ചിലപ്പോൾ 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ ഒക്കെ ആയിട്ട് ഈ 100 രൂപ കുറച്ചായിരിക്കും കിട്ടുന്നത്. പക്ഷെ 6 മാസം പുറകോട്ടുള്ള തുക മാത്രമേ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കോഡ് വന്നു കഴിഞ്ഞാൽ 36 മാസത്തെ പുറകോട്ടുള്ള അയാളുടെ ഡിഫറൻസ് അയാൾക്ക് ക്ലെയിം ചെയ്യാം. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു 10-15 പേര് ഒരുമിച്ചൊക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മാറിപ്പോകും. എംപ്ലോയറെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണ്, എംപ്ലോയിയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ള കോഡുകളിൽ ഒന്നുമില്ല. കോഡ് ഓൺ വേജസിൽ മാത്രം ഒരു പ്രത്യേകത ഇതുണ്ട്. ഇന്നിപ്പോ നിങ്ങൾ ബോണസ് കൊടുത്തില്ല, അല്ലെങ്കിൽ മിനിമം വേജ് കൊടുത്തില്ല, എന്താ അതിന്റെ പ്രൊസീജിയർ? നിങ്ങൾ ഇന്ന് ഇൻസ്പെക്ടറോട് പരാതി കൊടുക്കണം. ഇൻസ്പെക്ടർ വന്ന് പരിശോധിക്കും. അപ്പൊ അത് കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ എടുത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ 10 ഇരട്ടി ഫൈൻ അടിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടും എംപ്ലോയർ നേരെ വരുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാം, ക്രിമിനൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. പക്ഷെ അത് ഇന്ന് ഇൻസ്പെക്ടർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അധികാരം നേരിട്ട് ഇൻസ്പെക്ടർ ഒന്നും കൂടാതെ നേരിട്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു എംപ്ലോയർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം ആ അഫക്ട് ചെയ്യപ്പെട്ട തൊഴിലാളിക്കും അല്ലെങ്കിൽ അയാള് അംഗമായിട്ടുള്ള ട്രേഡ് യൂണിയനും അത് അധികാരം കൊടുത്തിരിക്കുകയാണ്. നേരെ പോയിട്ട് ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. അത് ഡേഞ്ചറസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഓഫീസറുടെ അടുത്ത് പോകുന്ന പോലെയല്ല, ഇത് ക്രിമിനൽ കേസാണ്. കോടതി കേസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജാമ്യം എടുക്കേണ്ടി വരും. അതാണ് അതിനകത്ത് വേറൊരു ഇത്. ഇനിയൊരു കാര്യം എംപ്ലോയേഴ്സ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഷിഫ്റ്റഡ് ടു എംപ്ലോയർ. അതായത് ഒരു പരാതി വന്നാൽ അത് തെളിവ് ആദ്യം നൽകേണ്ടതും അത് പ്രൂവ് ചെയ്യേണ്ടതും എംപ്ലോയറുടെ കടമയാണ്. ഇപ്പൊ ഒരു അതോറിറ്റിയുടെ അടുത്ത് ഒരു എംപ്ലോയി എന്ന് പരാതിപ്പെടുന്നു, സാറേ കഴിഞ്ഞ വർഷത്തെ ബോണസ് എനിക്ക് കിട്ടിയില്ല. ഉടനെ അതോറിറ്റി ചോദിക്കണം, അത് അങ്ങനെ പറയാൻ നിന്റെ അടുത്ത് വല്ല തെളിവുണ്ടോ? കിട്ടിയില്ല എന്നുള്ളതിന് എന്താ തെളിവ്? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. എംപ്ലോയറെ വിളിച്ചു വരുത്തുക, എംപ്ലോയറോട് പറയുക ഇയാൾക്ക് കഴിഞ്ഞ വർഷത്തെ ബോണസ് കിട്ടിയില്ല എന്ന് പറയും. നിങ്ങൾ കൊടുത്തു എന്ന് തെളിയിക്കുക. അതാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ആരിലാണ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ക്രിമിനൽ കുറ്റത്തിന് ബർഡൻ ഓഫ് പ്രൂഫ് ആരില്ല, പ്രോസിക്യൂഷനിലാണ്. കുറ്റം ചെയ്തു എന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ വാളയാർ കേസിലും എല്ലാത്തിലും കുറ്റം ചെയ്തു എന്നറിയാം. പക്ഷേ ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ ആയതുകൊണ്ട് പ്രോസിക്യൂഷൻ ആ കുറ്റം തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളെ വെറുതെ വിടും.
പക്ഷെ ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് എംപ്ലോയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? എവിഡൻസ് ആക്ട് 102 അനുസരിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയെന്നുള്ളതിന് എംപ്ലോയിയുടെയും തെളിവില്ല, കൊടുത്തെന്നുള്ളതിന് ഇയാളുടെ അടുത്തും തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം? അപ്പോ 102 സെക്ഷൻ 102 എവിഡൻസ് ആക്ട് പറയുന്നത് എന്താണ്? അങ്ങനെ രണ്ടുപേരുടെ അടുത്തും പ്രൂഫ് ഇല്ലെങ്കിൽ ആരിലാണോ ബർഡൻ ഓഫ് പ്രൂഫ് അയാൾ ഫെയിൽ ചെയ്തതായിട്ട് കണക്കാക്കണം. അപ്പോ കാശ് കൊടുക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള ആളുകളും പലരും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആരെ പറഞ്ഞു വിടുമ്പോഴാണെങ്കിലും ഒരു നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് എഴുതി മേടിക്കുക. അയാളുടെ അത് റിട്ടയർമെന്റ് ആണെങ്കിൽ ഏത് തരത്തിൽ പോകുമ്പോഴാണെങ്കിലും ഒരു നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് ഒരു വൈറ്റ് പേപ്പറിലോ നിങ്ങളുടെ ലെറ്റർ ഹെഡിലോ എഴുതിയാൽ മതി. ഹാവിംഗ് റിസീവ്ഡ് റുപ്പീസ് സോ ആൻഡ് സോ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് നോ ക്ലെയിം ടുവേഴ്സ് ദിസ് എന്റർപ്രൈസ് ആൻഡ് ദ മാനേജ്മെന്റ് ഓൺ അക്കൗണ്ട് ഓഫ് മൈ സർവീസ്. അയാൾ വന്ന ദിവസം എഴുതുക, പോകുന്ന ദിവസം എഴുതുക, ഫ്രം ടു എഴുതുക, ഒപ്പിടിക്കുക, രണ്ടുപേരെ വിറ്റ്നസ് ആയിട്ടും വെക്കുക. ഒരു കുഴപ്പമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ ഈ രേഖ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇതേ അയാൾക്ക് എല്ലാം കൊടുത്തു. അതില് കാരണം എന്താ? ദിസ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ്. മറ്റത് വാഗോണ്ട് പറയുന്ന ഓറൽ എവിഡൻസ് ആണ്. അപ്പൊ എവിഡൻസ് ആക്ടിന്റെ ഒക്കെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദ ഡോക്യുമെന്ററി എവിഡൻസ് വിൽ പ്രിവെയിൽ ഓവർ ഓറൽ എവിഡൻസ്. ഒരാൾ വാഗോണ്ട് പറയുകയും ഒരാൾ രേഖ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രേഖയാണ് നിലനിൽക്കുന്നത്. അതാണ് അതിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബർഡൻ ഓഫ് പ്രൂഫ്. ഇനി നമുക്ക് പിന്നെ ഇതിനകത്ത് ഈ കോഡില് ഒരു ആനുകൂല്യം ഒരു തൊഴിലാളിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സാറേ എനിക്ക് 100 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് എഴുതി കൊടുത്താൽ പോലും അയാള് പിന്നീട് അവിടെ ഒരു കശപിശയായി പോയി ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ എഴുതി മേടിച്ചാൽ പോലും അതിന് യാതൊരു വിലയില്ല. അതിനാണ് കോൺട്രാക്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് നിയമം ഒരു ആനുകൂല്യം നൽകുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയറും എംപ്ലോയിയും കൂടി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി അത് ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. അയാൾ എഴുതി തന്നു കഴിഞ്ഞാലും രക്ഷയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോഡ് ഓൺ വേജസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം.